ആദർശ് ഓഫീസിൽ നിന്നുമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന എവിടെയുമെന്ന് ചോദിക്കുന്നുണ്ട്. നയന മുറിയിൽ കാണൂടാന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. അങ്ങനെ ആദർശ് മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് ആദർശിന്റെ ബാഗില് ക്യാഷ് ഉണ്ടായിരിക്കും കേട്ടോ. ദേവയാനി ചോദിക്കാണ് എന്താണ് ആ ബാഗിലും ചോദിക്കുമ്പം അമ്മ ഇത് കുറച്ച് ക്യാഷാ, നാളെ ഓഫീസിലേക്കുള്ളതെന്ന് പറയുമ്പം നാളെ രാവിലെ എടുത്താൽ പോരായിരുന്നോ, ഇപ്പൊ കൊണ്ട് വെക്കണോന്ന് ചോദിക്കുമ്പം അതിനെന്താമേ എത്രയോ രൂപ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഇതിനെ പേടിക്കണേ, സെക്യൂരിറ്റിയും ഇത്രയും വലിയ മതിലും CCTV ഒക്കെ ഉള്ളപ്പോ ഇവിടെ നാല് കൊണ്ടുപോകാനാമേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതല്ലടാ ഞാൻ ചുമ്മാ പറഞ്ഞ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞെന്ന് പറയുമ്പം അമ്മ ഒന്നോർത്ത് വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഒത്തിരി ക്യാഷ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേന്നും പറഞ്ഞിട്ട് ആദർശ് മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് പോകാൻ ശേഷം നയനോട് പറയുന്നുണ്ട്, നയന ഇതില് 1 കോടി രൂപ ഉണ്ട്, ഞാൻ താഴെ വെച്ച അമ്മയുടെ കുറച്ച് ക്യാഷ് ഉള്ളെന്നാ പറഞ്ഞത്, പക്ഷെ ഇത് 1 കോടി രൂപ ഉണ്ട് മൊത്തത്തില്. അയ്യോ എന്തിനാ ആദർശിട്ടാ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇത് നേരെ ഞാൻ ഓഫീസിനടുത്താ പോരാന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല, നാളെ കൃത്യം 9 മണിക്ക് മീറ്റിംഗ് ആണ്, ആ സമയത്ത് ബാങ്കിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പോയി എടുത്തുകൊണ്ട് വന്നത്, വേറെ എവിടെയും വെക്കുന്നവർക്ക് റിസ്കാ, കമ്പനിയിൽ വെക്കുന്ന റിസ്കാ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നു, നാളെ തന്നെ ഈ ക്യാഷ് 9 മണിയാകുമ്പോൾ നമുക്ക് അടയ്ക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് എവിടെ ആദർശിട്ട് വെക്കണം ചോദിക്കുമ്പോൾ കബോർഡത്തിന് വെച്ചാൽ മതി, നമ്മളിപ്പോ അവിടെ വെക്കാറെന്ന് ചോദിക്കാണ്. അങ്ങനെ കബോർഡ് നയന ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം താക്കോൽ ആദർശിനെ കൊടുക്കുമ്പോൾ നീ തന്നെ വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനയുടെയൊക്കെ സാരിക്കടയിൽ വെച്ചിട്ട് ഇത് ആദർശിട്ടാ ഇവിടെ ഉണ്ട് കേട്ടോ, മറന്നു പോകരുതെന്ന് പറയുന്നുണ്ട്. ഇല്ല നയന മറന്നു പോയില്ല, നീ അതിങ്ങ് അവിടെ വെച്ചേക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് കോഫി തരാന്നും പറഞ്ഞ് നയന ആദർശിനെയും കൂട്ടി താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. താഴേക്ക് പോയിട്ട് നയന കോഫി ഇടുന്നുണ്ട്. അങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നയന സ്നാക്സും കോഫിയൊക്കെ കൊണ്ട് ആദർശിനെ കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മുടെ ദേവേനയ്ക്ക് നയനോട് നല്ല താല്പര്യമായിരിക്കും. പക്ഷെ ജാനകിയും അനാമികയും തിരിഞ്ഞിരിക്കുന്ന സമയമാണ് കേട്ടോ. ജാനകി അങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. കോടികളൊക്കെ കൊണ്ടൊന്ന് മറച്ചു വെക്കുന്നത് കണ്ടില്ലേ, നമ്മുടെ മോനൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി മനസ്സിൽ കരുതുന്നുണ്ട്. ദേവേനെ ചോദിക്കുകയാണ് നാളെ എന്താണ് അത്യാവശ്യം ഇത്ര മീറ്റിംഗ് എന്ന് ചോദിക്കുമ്പം അമ്മേ അന്നേരം NRI ക്ലയൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടി ഡിസൈൻസ് ഒക്കെ മേക്ക് ചെയ്യാനുള്ള ക്യാഷാണ്, ഇത് നാളെ 9 മണിക്ക് തന്നെ നമ്മൾ കൊടുത്തുവിടേണ്ടതാണ്, എങ്കിൽ മാത്രമേ അടുത്ത മാസത്തേക്കുള്ള നമ്മുടെ സ്റ്റോക്കുകൾ മൊത്തം ഇങ്ങനെ എത്തുള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എല്ലാം കെയർഫുൾ ആയിട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. നയന നീ ഇന്നെന്താ ഓഫീസിൽ നിന്ന് പോകാനും ചോദിക്കുമ്പോൾ അമ്മ ഞാനിന്ന് പോയില്ല, എനിക്ക് തീരെ സുഖമില്ലായിരുന്നു, ഇപ്പോഴും ഞാനൊന്ന് ആക്റ്റീവ് ആയത്, എന്നാലും നാളെ മുതൽ ഞാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ജാനകി പറയാണ് അവർക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ, എപ്പോഴും ഓഫീസ് നാളെ പോയാൽ മതിയല്ലോ, ഇവിടുത്തെ ജോലിയൊക്കെ എന്റെ മരുമോളാണല്ലോ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജാനകി പറയുന്നുണ്ട്. ദേവേനെ പറയുന്നുണ്ട് അതിനിപ്പോ എന്താ കുഴപ്പം, ഒരു വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് ഏതൊരാളുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിക്കാണ്. നയന അടുക്കളയിൽ കയറണ്ട, നിങ്ങൾ കയറിക്കോളാം, നിങ്ങൾ വെച്ച് വിളമ്പിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശം കാണിച്ച നിങ്ങൾ തന്നെയല്ലേ, അല്ലാതെ ഞങ്ങളാണോ, അതിനിപ്പോ എന്താ ഇത്രയ്ക്കും പറയാണെന്നൊക്കെ ചോദിച്ച് ദേവേനെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട് പലതാണ് ഈ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതാ, ആരും ഇവിടെ ഇരുന്ന് അതിനെ കുറിച്ച് സംസാരിക്കണ്ട എന്ന്, ജോലിക്കാരി ഉണ്ടല്ലോ ഇവിടെ, പിന്നെ എല്ലാവർക്കും ഇത്ര വിഷമം, വേണമെങ്കിൽ രണ്ടുപേരുടെ സെറ്റ് ചെയ്തോന്ന് ഞാനിപ്പോ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് ഇതൊന്നും അതിനൊന്നും അല്ല അച്ഛാ, എന്തെങ്കിലുമൊക്കെ നയനെ പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കണം, അതേ ഉള്ളു ഇപ്പോഴത്തെ കാര്യം എന്നൊക്കെ പറയാണ്. ഇന്ന് ഡിന്നർ ഉണ്ടാക്കിയ നായനമാള, അതുകൊണ്ട് സമാധാനമായിട്ട് കഴിക്കാമെന്ന് പറയണ്ട മുത്തശ്ശൻ. അങ്ങനെ രാത്രിയാവുന്നുണ്ട്, ഡിന്നറൊക്കെ ഇങ്ങനെ വിളമ്പി എല്ലാവരും ടേബിളിലൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാരും ഡിന്നറൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ഇങ്ങനെ ആദർശ് നയനെ കട്ടിലേക്ക് കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകി ചെറിയമ്മ ഇപ്പൊ ആകെപ്പാടെ മാറിപ്പോയല്ലേ നയനെന്ന് ചോദിക്കുന്നുണ്ട്. അതേ ആദർശേട്ടാ ഒരുപാട് മാറിപ്പോയി, പണ്ടത്തെ പോലെ ഒന്നുമല്ല, അന്ന് നന്ദുവിന്റെ കേസ് അറിഞ്ഞപ്പോ മുതലേ ജാനകി ചെറിയമ്മ ഇനി എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ, ഞങ്ങൾ മനഃപൂർവ്വം ഈ വീട്ടിലിങ്ങനെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെന്നും മനഃപൂർവ്വമാണ് നിങ്ങളെയൊക്കെ വിവാഹം കഴിച്ചെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ ചീത്ത പറഞ്ഞു എന്നൊക്കെ നയനെ പറയുന്നുണ്ട്. അതൊന്നും നീ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, ഇപ്പം ജലജാപ്പച്ചിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ, എങ്കിലും ജാനകി ചെറിയമ്മ ഇങ്ങനെ മാറുന്നു ഞാൻ ഒരിക്കലും കരുതില്ല, ഞാൻ ഉണ്ടായ സമയം തൊട്ട് കാണുന്ന ജാനകി ചെറിയമ്മ ഇന്നേ വരെ ആരോടും ഒരു കുറ്റക്കുറവ് ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം, ജലജയെ സമ്മതിക്കണല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. നയന പറയാണ് അവനവന്റെ മക്കളുടെ കാര്യമൊക്കെ വരുമ്പം എല്ലാരും അങ്ങനെയൊക്കെ ആവും ആദർശേട്ടാ, ജാനകി ചെറിയമ്മ അനിയൻ ഞങ്ങളെ നന്ദനെ കൊണ്ട് അങ്ങനെ വിവാഹം കഴിപ്പിച്ച അവന്റെ ജീവൻ തകർന്നു പറഞ്ഞായിരിക്കും അനാമികയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്, എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, അനാമികയും അനിയും നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നയന പറയുന്നുണ്ട്. അവരുടെ മകന് വേണ്ടി അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്നാണ് എനിക്കിപ്പോ തോന്നിയെന്ന് ആദർശ് പറയുന്നുണ്ട്.
അതിന്റെ ആദർശിട്ടോ അങ്ങനെയെന്ന് പറയുമ്പം നിനക്കറിയാലോ അനാമികയുടെ സ്വഭാവം തീരെ ശരിയല്ല. അവർ വീട്ടുകാരാണെ പോലും നമ്മളെ ഭയങ്കര ക്യാഷുകാരാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ച് പറ്റിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും ഇവിടെയുള്ള ആർക്കും ഇതുവരെ അറിയില്ല. അതറിയുമ്പോഴാണ് അടുത്ത പൊട്ടത്തെരുവ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ജാനകി ചെറിയമ്മയ്ക്ക് എല്ലാം മതിയായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ആവശ്യട്ടാ നമ്മൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കാണ്. എന്താ അന്വേഷിക്കാന്, അവർ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ അവർ വലിയ കോടീശ്വരന്മാരാണെന്നല്ലേ ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നത്. കാശോ പണമോ ഒന്നുമല്ല നമുക്ക് അത്യാവശ്യം. പക്ഷെ അവരുടെ സ്വഭാവം അത്രത്തോളം നല്ലതാണെന്നും ആനി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത്. അവസാനല്ലേ മനസ്സിലായത് അതൊക്കെ പണത്തിന് വേണ്ടി മാത്രമായിരുന്നു. അത് കേട്ടപ്പോഴാ എല്ലാവർക്കും വിഷമായെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇന്നേ വരെ അനിയും അനാമികയും തമ്മിൽ യാതൊരു റിലേഷൻ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയാല് എങ്ങനെ അവരുടെ ജീവിതം ശരിയാവുമെന്ന് പറയുമ്പോഴേക്കും നയന പറയാണ്, എന്താ ആദർശിട്ടാ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അല്ല, അനിയും അനാമികയും ഇതുവരെയായിട്ട് അവർ ദാമ്പത്യ ജീവൻ നയിച്ചിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പം എങ്ങനെ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പം അപ്പൊ അതൊക്കെ ആദർശത്തിന് ഓർമ്മയുണ്ടല്ലേ. ഈ പറഞ്ഞ നമ്മളും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷം ആകാൻ പോവാ. ഇതുവരെ നമ്മളും അങ്ങനെ ഒരു ദാമ്പത്യ ജീവൻ ജീവിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നില്ല ആദർശിട്ട, അതുപോലൊക്കെ അവരും അങ്ങ് ജീവിച്ചോളും എന്നൊക്കെ ആദർശിന്ന് കുത്തിപ്പറയുന്നുണ്ട് കേട്ടോ. ഓഹോ, അപ്പൊ നീ എന്നെ കുത്തിപ്പറയാല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ആദർശേട്ടനെ അറിയാലോ കാര്യങ്ങളെല്ലാം. ഈ 1.5 വർഷമായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ടും ആദർശേട്ടന് എന്നോട് യാതൊരു ഫീലിങ്സ് തോന്നാത്ത എന്താണെന്ന് ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട്. ഇനി ആദർശേട്ടന് എന്റെ സൗന്ദര്യത്തിലോ അത് ഞാൻ വിവാഹം കഴിച്ചെന്ന ആ വരവിലോ എന്തിനാണ് ഇഷ്ടപ്പെടാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു ഇതിന് മാറ്റം വന്നിട്ടില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടമാണേ എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. ആദർശ് പറയാണ്, നയന നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. ഇപ്പൊ ഞാന് നിന്നോട് ഭയങ്കര സ്നേഹത്തിൽ തന്നെയാ. ഉടൻ തന്നെ നമ്മൾ അതുപോലെ സന്തോഷമായിട്ട് ജീവിക്കും. എനിക്ക് ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ അത്ര ഉള്ളൂ പറയാണ്. നയന പറയാണ്, സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും അല്ല, നിങ്ങൾക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല, അത്രേ ഉള്ളു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. നയന ചിരിക്കാണ്. നീ എന്താടി പറഞ്ഞത്? എനിക്ക് കപ്പാസിറ്റി ഇല്ലെന്നോ? ആർക്ക്? എനിക്കല്ലേ, ഞാൻ ഇപ്പൊ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ആദർശ് നായുടെ മുകളിലേക്ക് കയറി 2 കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരട്ടെ കപ്പാസിറ്റി ഇല്ലെന്ന്. ആദർശേട്ടന്റെ കൈ വേദനക്കുന്നു. ആ ഇഷ്ടം മാറിക്ക് എന്ന് പറയുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് എനിക്ക് കപ്പാസിറ്റി തീരെ ഇല്ലെന്ന്, ഞാൻ ഇപ്പൊ കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ ആദർശേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശിങ്ങനെ നയയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നയനിങ്ങനെ മിണ്ടാതെ കിടക്കാണ്. അപ്പോഴേക്കും ആദർശിങ്ങനെ നയയുടെ നെറ്റിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അതുപോലെ നെറ്റിട്ട് നയയുടെ കവിളത്തും ചുണ്ടത്തൊക്കെ ഇങ്ങനെ ഉമ്മ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ഇപ്പൊ തന്നെ നടത്തിയാലും ചോദിക്കാണ്, അങ്ങോട്ട് മാറിപ്പോകുന്നു പറഞ്ഞ് നയനെ തള്ളിവിടുന്നുണ്ട് കേട്ടോ. ഇതാ പ്രശ്നം, നീ ഇങ്ങനെ പറയുകയും ചെയ്യും. ഞാൻ രാത്രിയിലെങ്ങാനും നിന്നെ കയറി പിടിച്ചാ നീ കിടന്ന് കാറ് വിളിക്കും. ഇങ്ങനെ എപ്പൊ ഞാൻ വന്നാലും നീ എന്നെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. എന്നിട്ട് പിന്നെ ഞാനല്ലേ കൊള്ളത്തില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഞാൻ എന്നെ പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ചു വലിച്ച് ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇന്നെന്തായാലും നിന്റെ പരാതിയൊക്കെ തീർത്തിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി അടുത്തൊരു അപ്ലോഡ് ചെയ്യുന്നവരേക്കും മിസ് ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.